ഇതുകൊണ്ടോ നമ്മൾ നാട്ടെ കുത്തി ഇങ്ങനെയാണ് നമ്മളിടുന്നത്. ഇത് തെങ്ങിൻ്റെ ചുവടിൻ്റെ പുറത്ത് ഇത് ഞെടുപ്പിനാണ് വെട്ടുന്നുണ്ടോ. ഇങ്ങനെ ഞെടുപ്പിന് വെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഇങ്ങനെ പിടിക്കും മുളക്. സുഹൃത്തുക്കളെ, നമ്മുടെ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുരുമുളക് കൃഷിയെ പറ്റിയാണ്. അതിൻ്റെ നടീരീതികൾ, അതിൻ്റെ പരിചരണം, രോഗ നിവാരണ മാർഗങ്ങൾ, അതിൻ്റെ വിളവെടുപ്പ്. ആദ്യമായിട്ട് നമ്മൾ കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ നല്ല മഴയുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ തിരുവാതിര ഞാറ്റുവേലയാണ് ഏറ്റവും നല്ല സമയം ഈ നടീൽ വസ്തുക്കൾ കൃഷി ചെയ്യാൻ വേണ്ടി. നമ്മൾ നടാൻ ആ സമയമാകുമ്പോൾ നമ്മളൊരു 1.5 അടി കുഴിയെടുത്ത്, 1.5 അടി ഒരടി കുഴി മതി, ഒരടി കുഴിയെടുത്തിട്ട് അതിനകത്ത് അഴിപൊടിഞ്ഞ ചാണകം, ഏറ്റവും നല്ലത് ട്രൈക്കോഡർമ ചേർത്ത ജൈവവളം ഉപയോഗിക്കുന്നതാണ്. അതെന്ന് വെച്ചാൽ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ വളമൊക്കെ ചേർത്ത് മണ്ണിൽ മിക്സാക്കിയ ശേഷം, കുഴി മൂടിയ ശേഷം അതിനകത്തേക്ക് ഒരു ചെറിയ കുഴിയെടുത്ത് നമ്മൾ ഈ 5-7 കവറായിരിക്കും, അതിനകത്തായിരിക്കും കുരുമുളക് ചെടി കിട്ടുന്നത്, വള്ളി. അപ്പോൾ അതിനകത്ത് മണ്ണ് കുറച്ച് മാറ്റിയ ശേഷം ഈ കവറ് പൊട്ടിച്ച് അതിനകത്തേക്ക് വെച്ച് നമ്മൾ മൂടുകയാണ്, ചുവട് ഉറപ്പിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാരണം അതിന് ചെറിയ പക്കുവേരുകളായിരിക്കും. അതിൻ്റെ മണ്ണ് ഇളകാൻ പാടില്ല. ഇളകി കഴിഞ്ഞാൽ ചിലപ്പം മഴയായതുകൊണ്ട് ചിലപ്പോൾ പോകത്തില്ല. വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ചിലപ്പം ചെടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കവറിനകത്ത് 3 അല്ലെങ്കിൽ 4 തല വെച്ച് കിളിപ്പിച്ചതായിരിക്കും നമ്മൾ നടാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ തെങ്ങിനാണ് നമ്മളിപ്പോൾ ഇവിടെ കൃഷി ചെയ്ത് കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് പന്നൂര് വണ്ണ് ഇനത്തിൽപ്പെട്ട കുരുമുളകാണ്. ഇപ്പോൾ നമ്മുടെ വെയിൽ സൂര്യപ്രകാശം അടിക്കുന്നിടത്ത് ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ്. അതുകൂടാതെ 2, 3, 4, 5 ഇങ്ങനെ ഇനങ്ങളൊക്കെ പന്നിയൂരിൻ്റെ വിഭാഗത്തിൽ തന്നെയുണ്ട്. പിന്നെ കരിമണ്ടയുണ്ട്, കുതിരവാലിയുണ്ട്, പിന്നെ കുമ്പക്കനുണ്ട്, പിന്നെ അങ്ങനെ കുറേ വെറൈറ്റി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്കിവിടെ നല്ല സക്സസ് ആയിട്ടൊക്കെ കാണുന്നത് ഇപ്പം പന്നിയൂർ വണ്ണാണ് കൂടുതൽ നല്ല ഇത്. എല്ലാവരും പല ഇത് ഉപയോഗിക്കുന്നുണ്ട്, പലർക്കും പല രീതിയിലാണ് അത് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ പന്നിയൂർ വണ്ണിനെ സംബന്ധിച്ച് അത് നല്ലോണം വളം ചെയ്ത് നമ്മൾ സംരക്ഷിച്ച് കഴിഞ്ഞാൽ നല്ല വിളവായിരിക്കും. അതുപോലെ കരിമണ്ടയും നല്ല വിളവ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ചെടി വെച്ച ശേഷം ഈ തെങ്ങിന് ആണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ നമ്മുടെ ചുവടിന് ചേർത്ത് വെക്കാൻ പാടില്ല. അതിൻ്റെ തടത്തിന് പുറത്ത് നമ്മൾ കുഴിയെടുത്താണ് നടുന്നത്. ഇതൊക്കെ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത ശേഷം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പ് കുത്തി കൊടുക്കും, നാട്ട കുത്തി കൊടുക്കും. ഒരാൾ ഹൈറ്റിന് നമ്മൾ നാട്ട കുത്തി കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ നാട്ട കുത്തി ഇങ്ങനെയാണ് നമ്മളിടുന്നത്. ഇത് തെങ്ങിൻ്റെ ചുവടിൻ്റെ പുറത്ത് നമ്മൾ കുഴിയെടുത്ത് ഇതിനകത്ത് നട്ടിരിക്കുകയാണ്. ഇത് എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ കയറ്റി വിട്ട ശേഷം ഒരു ഇത്രയും ഹൈറ്റ് വരുമ്പോൾ ഒരാൾ ഹൈറ്റ് വരുമ്പോൾ അടുത്ത വർഷമാകുമ്പോൾ ഒരാൾ കയറ്റി വരും. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് ശേഷം നമ്മൾ മണ്ണിലേക്ക് ഇതിനെ പടർത്തി ഇങ്ങനെ ഒരു ചെറിയ ചാല് പോലാക്കി അതിനകത്തു കൂടെ തന്നെ ഇതിനെ നമ്മുടെ തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് കയറ്റി വിടുക ഇങ്ങനെ. അപ്പോൾ മണ്ണിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ എല്ലാം വേരുകൾ വന്ന് നല്ല പുതിയ തളുപ്പ് വന്നാൽ കയറിപ്പോക്കോളും. അപ്പോൾ നമ്മൾ പിന്നീട് ചെയ്യേണ്ട കാര്യം വെച്ചാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പിന്നീട് തെങ്ങിൻ്റെയോ അല്ല കവുങ്ങിൻ്റെയോ ചുവട് നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് തടം തുറക്കുക അല്ലെങ്കിൽ കൊത്തി മൂടുക, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഈ ഭാഗത്ത് തൊടാൻ പാടില്ല. അപ്പോൾ ഇതിന് അന്നേരം ഇളക്കം തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം അത് കുരുമുളക് ചെടി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത. ഇതിങ്ങനെ കയറി അങ്ങ് പൊക്കോളും, നല്ല രീതിയിൽ കയറി പോകുന്നതാണ്. അത് ഇപ്പം നമുക്ക് കാണാൻ ചെറിയ പ്രായത്തിൽ കയറി വന്ന് തൈ ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, പന്നിയൂർ വണ്ണയിനത്തിൽപ്പെട്ട ചെടിയാണ്. കണ്ടോ, നല്ലവണ്ണം കയറി. ഇതിപ്പം 1.5 വർഷമായപ്പോഴത്തേക്ക് ഇത് കായ്ച്ചു തുടങ്ങി. നല്ല രീതിയിൽ കയറി മൊത്തം കയറി പൊക്കോളും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുരുമുളക് നല്ലോണം നമുക്ക് മുളക് കിട്ടുന്നതായിരിക്കും. ഒരു കുരുമുളക് ചെടി ഉണ്ടെങ്കിൽ തന്നെ ഒരു തെങ്ങ കയറ്റി വിട്ടാൽ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള മുളക് കിട്ടും. ഇത് അടുത്ത വർഷമാകുമ്പോൾ നിറച്ച് കുരുമുളക് പിടിക്കുന്നതായിരിക്കും, ചരട് പിടിക്കും. നമ്മളിത് കയറ്റി വിട്ട ശേഷം പിന്നെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രോഗങ്ങൾ വരാതിരിക്കാനാണ്. ഇപ്പോൾ കുരുമുളകിനെ സംബന്ധിച്ച് നമ്മൾ രോഗം വരാതിരിക്കാൻ വേണ്ടി ദ്രുതവാട്ടമാണ് പെട്ടെന്ന് ബാധിക്കുന്നത്. അതിന് ഏറ്റവും നല്ലത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 90 കിലോ ഉണങ്ങിയ ചാണകം, അത് ഈർപ്പം വേണം. അതിന് 10 കിലോ വേപ്പ് പിണ്ണാക്ക്, അതിന് കൂടെ 1 കിലോ ട്രൈക്കോഡർമ, ഇത് 3 കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഈർപ്പത്തിൽ നമ്മൾ വെക്കുക, മൂടിയിടുക. ഒരു 15 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് ചെറിയ പൂപ്പൽ പോലെ വരും. അപ്പോൾ അതിനകത്ത് ഫംഗസ് കയറി വളരുന്നതിൻ്റെയാണ്. അപ്പോൾ അത് നമ്മൾ ആ ജൈവക്കൂട്ട് നമ്മൾ ഈ കുരുമുളക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ദ്രുതവാട്ടമൊക്കെ ഒരു പരിധിക്ക് അപ്പുറം നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും, വരത്തില്ല. അപ്പോൾ അത് എല്ലാ വർഷവും ഇപ്പം
ഇപ്പോൾ പുതിയതായിട്ട് തന്നെ ഇപ്പം ട്രൈക്കോഡെർമയിൽ വേറൊരു കൾച്ചർ ചേർത്ത ഒരു പ്രോഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അതൊരു കുരുമുളകിന് മഴക്കാലത്ത് ഒരു 50 ഗ്രാം വെച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുരുമുളകിന് രോഗമൊന്നും വരികയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ നമ്മളത് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് എല്ലാം സംരക്ഷിച്ച് നമ്മൾ ബോർഡമസൊക്കെ അടിച്ച് നല്ല ക്ലിയറായിട്ട് നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ ഒരു രോഗങ്ങളൊന്നും വരികയില്ല. അപ്പോൾ നമ്മുടെ കുരുമുളക് കണ്ടോ, നമ്മളിപ്പം ഇത് വന്ന് നല്ല മൂത്ത് പഴുത്തിരിക്കുന്നതാണ്, പറിക്കേണ്ട സമയമായി. അപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് കൊണ്ട് ഇതിനെ മുകളിൽ കയറി പറിക്കാനുള്ള ആളെ കിട്ടാത്തതാണ് കുറച്ച് ലേറ്റായേ. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പഴുത്ത് വരുന്ന സമയത്ത് നമ്മൾ പറിച്ച് നമ്മൾ എടുക്കേണ്ടതാണ്. കണ്ടോ, നല്ല പഴുത്ത് നല്ല. ഈ വർഷം കുറച്ച് ഉൽപ്പാദനം കുറവാണ്. കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചരട് കണ്ടു കഴിഞ്ഞാൽ ആ ചരടയിലൊന്നും ഗ്യാപ്പില്ല, ഫുള്ള് മണികളാണ്, അതുപോലെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് ഞാനിപ്പോൾ അത് മുളക് പറിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കുരുമുളകിന് വിളവെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. നമ്മൾ അലുമിനിയം ഏണിയാണ് ഉപയോഗിക്കുന്നത്. ഇത് 15 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏണിയാണ്. വളരെ സൗകര്യപ്രദമാണ്, ഒരു മുതലാണ് സംഗതി ഈ അലുമിനിയം ഏണി എന്ന് പറഞ്ഞാൽ. ഇത് നമ്മളതിൻ്റെ മരത്തിൻ്റെ ചായ്വ് അനുസരിച്ച് ക്രമീകരിച്ച് വെക്കണം ഏണി. ചുവട് നല്ല ഇതുണ്ടോ, ആണി പോലത്തെ ശരിക്കും ഉറപ്പിച്ച ശേഷം നമ്മൾ ഇത്രയിട്ട് ചാരി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് മുളക് പറിച്ചിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. നമ്മൾ മുണ്ടിനകത്താണ് ഇത് ശേഖരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ചാക്കെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. മുണ്ട് ഇങ്ങനെ നമ്മൾ കോണോട് കൂട്ടിക്കെട്ടുക. കൂട്ടിക്കെട്ടിയ ശേഷം രണ്ടും ഇങ്ങനെ കൂട്ടിക്കെട്ടുക. മരത്തേലൊക്കെ കയറാൻ പരിചയമില്ലാത്തവരൊന്നും ഇത് നോക്കരുത്, ശ്രമിക്കരുത്. കാരണം ബാലൻസ് വേണം. ഇതിപ്പോൾ നമ്മളിങ്ങനെ കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. ഉണ്ടോ, കോണ്ട് കൂട്ടിക്കെട്ടി. ഇപ്പോൾ ഇതിനകത്തേക്ക് മുളക് ശേഖരിക്കാൻ എളുപ്പമാണ്. കണ്ടോ, വിളിയിലൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. കണ്ടോ, കുഴി പോലെ ഇരിക്കും. ഇതിനകത്ത് കുറച്ച് കുരുമുളക് വന്ന് ഒരു കുരുമുളകിൽ കയറി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് അകത്ത് ശേഖരിക്കാൻ പറ്റും. അതുപോലെയാണ് ഇതിൻ്റെ തയ്യാറെടുപ്പ്. ഇതിപ്പോൾ ഇതിനെ വെച്ചു നമ്മളിനി പറിക്കാൻ തുടങ്ങിയാണ്. അപ്പം നമ്മൾ ഏണി വെച്ച ശേഷം നമ്മളതിന് ക്ലാമ്പൊക്കെ ഉണ്ട്, അത് മേലെയാണ്. ഇടയ്ക്കൊരു കെട്ട് കൊടുക്കുന്നത് നല്ലതാണ്, കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിപ്പോയിരിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു കെട്ട് മേലെയുണ്ട്, അത് അഴിച്ചിട്ട് ഞാൻ താഴോട്ട് കെട്ടാൻ പോവുകയാണ്. കാരണം ഒരു അല്പം ശ്രദ്ധക്കുറവ് വന്നാലും ഏണി പോകാതിരിക്കാൻ വേണ്ടിയാണ്, തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് അത് നമ്മൾ ചെയ്യുന്നത്. ഒരു ഇടയ്ക്കൊരു കെട്ട് കിടക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് കെട്ടുന്നതെന്ന് വെച്ചാൽ കുരുമുളക് വള്ളിക്ക് ക്ഷതം സംഭവിക്കാതെ പരത്താതെ വേണം നമ്മൾ കെട്ടാൻ വേണ്ടി. അത് ഇപ്പോൾ ഇങ്ങോട്ടാണ് ചെരിവ് കൂടുതൽ ഏണിക്കുള്ളത്. അപ്പോൾ അത് ഈ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വേണം കയറ് ഇടാൻ വേണ്ടി. ഇങ്ങനെ ഇട്ട് നമ്മൾ ഒന്ന് ടൈറ്റ് കെട്ടുകയാണ്. എന്തെങ്കിലും കാരണവശാലൊന്ന് നമ്മുടെ ബാലൻസ് ഒന്ന് നന്നാലും പോലും അത് പോകരുത്. ഉണ്ടോ, ഇങ്ങനെ കെട്ടി നമ്മളിവിടെ ടൈറ്റ് ചെയ്യുകയാണ്. ഇത്ര മതി, അവിടെ ഇരുന്നോളൂ. ഇപ്പോൾ നമ്മൾ എല്ലാം റെഡിയായി. ഇനി കുരുമുളക് പറിക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ താഴെ മുതലാണ് നമ്മൾ പറിച്ചു തുടങ്ങുന്നത്. കൈക്ക് നല്ല നഖമൊക്കെ വേണം ഇത് പറിക്കുന്നതിന് വേണ്ടി, എന്നാൽ മാത്രമേ അത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ വേണമെങ്കിൽ താഴെ ഒരു തുണിയോ എന്തെങ്കിലും വിരിച്ച് കഴിഞ്ഞാൽ താഴെ വീഴുന്ന പെറുക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. ഉണ്ടോ, ഇത് ഞെടുപ്പിനാണ് വെട്ടുന്നുണ്ടോ, ഇങ്ങനെ ഞെടുപ്പിന് വെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ ഇല കുറച്ച് കുറവായ കാരണം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അല്ലെങ്കിൽ നല്ല ഇലയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഇടക്കൂടെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ചിലതൊക്കെ ഒഴിവായി പോവും. ഇത് നമ്മൾ പറിച്ചെടുത്ത് ഒരു 2 ദിവസം ചാക്കി കെട്ടി വെക്കുവാണെങ്കിൽ നമ്മളത് മെതിച്ചെടുക്കാൻ എളുപ്പമാണ്. കാരണം ഇതിനകത്ത് കുരുമുളക് ഈ ചരടയിൽ നിന്ന് വിട്ട് കിട്ടാൻ എളുപ്പമുണ്ട്. അങ്ങനെ വെച്ച ശേഷം നമ്മൾ ഒരാഴ്ച വെയിലത്തിട്ട് നല്ല വെയിലത്തിട്ട് ഉണക്കി നമ്മൾ പാറ്റി അതിനകത്ത് പൊടിയും
പൊള്ളൊക്കെ മാറ്റി നമ്മൾ സൂക്ഷിക്കുകയാണ്. കുരുമുളകെ സംബന്ധിച്ചിടത്തോളം എത്ര വർഷം വേണേലും അത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ്. കാർഷിക വിളകളിൽ ഇതുപോലെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന വേറെ ഒരു ഉൽപ്പന്നമില്ല. പിന്നെ ചില പഴമക്കാർ പറയപ്പെടുന്നത് കുരുമുളക് 1 കിൻഡലെടുത്ത് ചാക്കിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു 4-5 വർഷം കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് എടുത്തിട്ട് 100 കിലോ കുരുമുളക് സൂക്ഷിച്ചാൽ അത് 101 കിലോയൊക്കെ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദം നമുക്കറിയത്തില്ല. അതിനൊക്കെ പഴമക്കാർ പറയപ്പെടുന്നുണ്ട്. കുരുമുളക് സൂക്ഷിച്ച് വെക്കാൻ പറ്റിയതാണ്. ചെറിയൊരു പഴകും തോറും ചെറിയൊരു പൂപ്പലിൻ്റെ അംശമൊക്കെ ഇത് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ സാങ്കേതികവിദ്യയൊക്കെ മുന്നോട്ട് പോയത് കൊണ്ട് നല്ല പ്ലാസ്റ്റിക് കവറുകൾ ഇപ്പം കിട്ടുന്നുണ്ട് ചാക്കിൻ്റെ രൂപത്തിൽ. അതിനകത്തൊക്കെ ഇട്ടിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. പിന്നെ ഇത് ഒരു ദിവസം പറിക്കുമ്പോഴത്തേക്ക് കൈക്ക് നഖത്തിനൊക്കെ വേദനയാവും. ഇവിടെ എല്ലാം കറയാകും. അത് മാറിക്കിട്ടാൻ കുറേ ദിവസമൊക്കെ പിടിക്കും. നഖമെല്ലാം കറയൊക്കെ പിടിച്ച് ഇരിക്കും. ഒരു ദിവസം ഒരു ജോലിക്കാരനെ വിളിച്ച് കുരുമുളക് പറിക്കണമെങ്കിൽ സാധാരണ കൊടുക്കുന്നതിനേക്കാൾ കൂലി കൂടുതൽ കൊടുക്കണം. കാരണം മരത്തിലൊക്കെ കയറാൻ ആളെ കിട്ടാനില്ല. കുറച്ച് റിസ്ക്കുള്ള പണിയാണ്. നാഗത്തിനൊക്കെ വേദനയെടുക്കും. കാലിനും മസിലിനൊക്കെ നല്ല ബലം വേണം. ഇങ്ങനെ ഒരു കാലം നിൽക്കണ്ടേ. എപ്പോഴും നമ്മൾ ഏണി വെച്ച് കയറുമ്പം ഒരു കാലിൽ ബലം ഉണ്ടാവുള്ളൂ, ഇങ്ങനെ നിൽക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിന്ന് ചാരി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. കുറേ മണികളൊക്കെ പഴുത്ത് കാരണം താഴെ വീഴും. ഇനി അതെല്ലാം സൂക്ഷ്മമായിട്ട് പെറുക്കിയെടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് കുരുമുളക് കൃഷിയെ പറ്റി പറയാനുള്ളത്. നമ്മൾ കുരുമുളക് കൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ ചെടി ഏകദേശം ഒരു 6-7 വർഷമായ ചെടിയാണ്. അപ്പോൾ ഈ വർഷം കുറച്ച് ക്ഷീണം വന്ന് കുറച്ച് ഇല പൊഴിഞ്ഞ് പോയി. അതല്ലെങ്കിൽ ഇതിൻ്റെ 4 ഇരട്ടി ഇതിനകത്തുണ്ടായിരുന്നു. കുറച്ച് ക്ഷീണം മേടിച്ച് ഞാനത് കുറച്ച് മരുന്നൊക്കെ ചെയ്ത കാരണം അത് രക്ഷപ്പെട്ട് കിട്ടിയതാണ്. അപ്പോൾ നല്ലോണം കഴിഞ്ഞ വർഷക്കത്തിലൊക്കെ നിറച്ച് മുളകായിരുന്നു, ഇലയിൽ നിന്ന് കാണത്തിലായിരുന്നു, അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ രക്ഷപ്പെട്ട് കിട്ടി. അപ്പം കുരുമുളക് കൃഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീടുകളിലുള്ള തെങ്ങേൽ, കവുങ്ങേൽ അല്ലെങ്കിൽ മറ്റു മരങ്ങളിലൊക്കെ വളർത്തി ചെയ്യാവുന്നൊരു കൃഷിയാണ്. അതിന് കൂടുതൽ ചിലവുകളൊന്നുമില്ല. പിന്നെ മഴ കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് കുറച്ച് രോഗങ്ങൾ കൂടുതലുണ്ടാവും. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലമൊക്കെ കുറച്ച് സൂര്യപ്രകാശം നല്ലോണം അടിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് രോഗബാധയെ കുറവാകും. ഉണ്ടോ, ഇങ്ങനെ പിടിക്കും മുളക്. ഇതിനകത്തൊരു ഒരു ഗ്യാപ്പ് വരെയില്ല. അങ്ങനെ പിടിക്കും മുളക്. ഇതിനെ ഈ കുരുമുളക്, തെങ്ങ്, കവുങ്ങ് ഏത് കൃഷിയാണെങ്കിലും ഒരു വർഷം നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം കുറച്ച് കുറവായിരിക്കും. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. അതങ്ങനെ തന്നെയാണ് എല്ലാ കൃഷിയിലും വിളവെടുപ്പൊക്കെ വരുമ്പോൾ അങ്ങനെയാണ്, കുറച്ച് കുറവുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പം എല്ലാവരും ഒരു വീട്ടിൽ 1-2 ചുവടെങ്കിലും നട്ടുപിടിപ്പിക്കുക. അത് ഇല്ലാത്തവർക്കാണെങ്കിൽ ബുഷ് പെപ്പർ, കുറ്റിക്കുരുമുളക് എന്ന് പറഞ്ഞാൽ അതുണ്ട്. അത് നമുക്ക് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാലും ഒരു 3-4 ബാഗിൽ വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ നമുക്ക് കുരുമുളക് കിട്ടുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ ഈ ചെടിക്ക് നമ്മൾ മറ്റേ ഒരു വിഷം ഒന്നും അടിച്ചിട്ടുള്ള കുരുമുളകല്ല, ഫുള്ള് ഓർഗാനിക്കാണ്. നമ്മൾ കൃഷിയിടത്തിൽ നമ്മൾ ഒരു രാസവളങ്ങളോ അല്ലെങ്കിൽ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ പറിച്ച് നമ്മൾ ഒരു 3 ദിവസമൊക്കെ അല്ല 3-4 ദിവസമൊക്കെ വെച്ചാൽ കുഴപ്പമില്ല. ചാക്കിലിരിക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ ചൂട് കയറിയിട്ട് വരുമ്പോൾ നമ്മൾ പിന്നീട് അത് മെതിച്ചെടുത്തിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെ ഇന്നത്തെ കുരുമുളകിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ആ രീതിയെപ്പറ്റി മനസ്സിലായെന്ന് തോന്നുന്നു, മനസ്സിലായി കാണും. അപ്പം അത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ.